ഞാനത് കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് TCJ നമിച്ചുകൊള്ളുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഒരു ദീർഘവീക്ഷണമാണ് ഇന്ന് എനിക്ക് നിങ്ങളൊക്കെ മുഖം കാണാനും നിങ്ങളോടിരുന്ന് സംസാരിക്കാനും പറ്റിയത്. ഇരിക്കാൻ പോലും പറ്റാതെ ബെഡിൽ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എൻ്റെ കടപ്പാട് മുഴുവൻ അദ്ദേഹത്തോടാണ്. അതോടൊപ്പം എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനെയും ഞാൻ ഈ സമയം മനസ്സാ സ്മരിച്ചുകൊള്ളുന്നു. ഇനി RCM എന്നൊരു നന്മ നമ്മളിലേക്ക് കിട്ടിയിട്ട് നമ്മളാരും അതിനെ മനസ്സിലാക്കാതെ പുറകോട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കഷ്ടകാലവും സമയദോഷവും മാറിയിട്ടില്ല എന്ന് തന്നെ നമ്മൾ ചിന്തിക്കണം. നമുക്ക് സമയം നന്നായി ജീവിക്കാം, എല്ലാവരുടെ മുമ്പിൽ, ആരുടെ മുമ്പിലും, ബന്ധുക്കളുടെയോ നാട്ടുകാരുടെയോ നമ്മുടെ സഹപ്രവർത്തകരുടെയോ മുമ്പിൽ തലകുനിക്കാതെ നിൽക്കാൻ പറ്റുന്ന ഇതേപോലൊരു പ്രസ്ഥാനം എങ്ങുമില്ല. കാരണം ഞാൻ ഒരുപാട് നെറ്റ്വർക്ക് ചെയ്യുന്നവരും MLM ചെയ്യുന്നവരും ഇവിടെ വന്ന് എന്നോട് സംസാരിക്കാറുണ്ട്. കാരണം പണ്ടൊരു 10-18 വർഷത്തിനപ്പുറം 3-4 ചെയ്തിരുന്നതുകൊണ്ട് അന്ന് ചെയ്തിരുന്നവരും അവർ പറഞ്ഞറിഞ്ഞ നമ്പർ കിട്ടുന്നവരും ഒക്കെ. പക്ഷെ അവരൊന്നും നമുക്ക് ഈ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ RCMന്റെ മഹത്വം അറിയുന്നത്. അതിൽ ഏറ്റവും അടുത്ത് എൻ്റെ 1-2 ഫ്രണ്ട്സ് ഉണ്ട്. അവർ 2-3 തവണ വന്നു. കാരണം എനിക്ക് ഇതിന്ന് വല്ല മനഃചാഞ്ചല്യം വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അവരോട് ഞാൻ അന്വേഷിച്ചപ്പോഴും അവരെന്നോട് ഇങ്ങോട്ട് ഇത്രയും വരുമാനം കിട്ടുമോ, ഇത്രയൊക്കെ കിട്ടുമോ എന്നാണ് ഇങ്ങോട്ട് ചോദിക്കുന്നത്. കാരണം അവരുടെയൊക്കെ മനസ്സിലൊരു ധാരണയുണ്ട്, RCMൽ വന്ന ഉടനെ നമുക്ക് ബാങ്ക് വരുമാനം വരുന്നില്ല. കാരണം അതിനകത്ത് വേണ്ടുന്നത് ഇതാണ്, സെയില്. TCG എന്ന് പറയുന്ന മഹത് വ്യക്തിത്വം ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മുടെ ഒരു പ്ലാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിൽ വന്നു. കാരണം അല്ലാത്തവർ വന്നിട്ട് തുടക്കത്തിൽ കിട്ടുന്നത് വാങ്ങിച്ചും കൊണ്ട് പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒറ്റ MLM ഒന്നും നാട്ടിൽ രക്ഷപ്പെടാത്തത്. അല്ലാതെ അതിന്റെ കുറ്റമല്ല, വർക്ക് ചെയ്യുന്ന നമ്മുടെ കുറ്റം. നമുക്ക് എല്ലാവർക്കും വെറുതെ പൈസ കിട്ടുമെങ്കിൽ നമ്മൾ പിന്നെ അതിന്റെ ആ ഒരു മൈൻഡിൽ നമ്മൾ ചിന്തിച്ചിരുന്നു പോകും. അത് TCGക്ക് അറിയാവുന്നതുകൊണ്ടാണ് TCG ഇങ്ങനെ ആദ്യം ഒരു ഏകദേശം 1.5 വർഷത്തോളം ആക്റ്റീവായിട്ട് ചെയ്യുവാണെങ്കിൽ ഇന്ന് വരുന്ന യുവതലമുറ 6 മാസം 8 മാസം കൊണ്ടൊക്കെ നല്ല വരുമാനം, അത് റോയൽറ്റി വരുത്തിയത് ഞാൻ മീറ്റിങ്ങുകളിൽ കേട്ടിട്ടുണ്ട്. മടിച്ച് 2 മണിക്കൂറോ 3 മണിക്കൂറോ എടുത്ത് ചെയ്താലും അവർ 1.5 വർഷം കൊണ്ട് RCMനെ സംബന്ധിച്ച് വരുമാനം കൂടി വരുത്തേ ഉള്ളൂ, കുറയത്തില്ല. പണ്ട് പറയും പിന്നെ നെല്ലിക്ക, മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക മുമ്പേ കഴിക്കും പിന്നെ മധുരിക്കുമെന്ന്. അതാണ് RCMന് ആദ്യം സ്വല്പം കയ്പ് അനുഭവപ്പെടും. കാരണം അത് ജോലി ചെയ്യാൻ വയ്യാത്തോണ്ടാണ്. നമ്മൾ പ്രോഡക്റ്റുകളെ കുറിച്ച് നല്ലപോലെ പഠിച്ചിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ വില്ലിങ് ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. സ്വല്പ ക്ഷമയും സന്തോഷവും സമാധാനവും എല്ലാം നമ്മൾ അനുഭവിക്കുന്നത് RCMൽ വന്നതിന് ശേഷം. ഒരു വ്യക്തിയുടെ അടുത്തും നമ്മൾ അവരെ കാണുമ്പം അയ്യോ ഞാൻ എന്നത് ചേർത്ത വ്യക്തിയാണ്, ഇല്ലെങ്കിൽ ഞാൻ ഒരു പ്രോഡക്റ്റ് കൊടുത്തതാണ്, അവരിനി എന്നോട് വല്ലതും ചോദിക്കും. ഇത് ഞാൻ പണ്ട് അനുഭവിച്ചിട്ടുണ്ട്. പണ്ട് ചെയ്തതിലൊക്കെ നമ്മുടെ ഗേറ്റ് ആരെങ്കിലും തുറന്നു വരുമ്പോൾ നമുക്ക് പേടിയാ. അവർ വരുന്ന സങ്കടം പറയാനായിരിക്കും, പരാതി പറയാനായിരിക്കും. RCMൽ വന്നിട്ട് എനിക്ക് ആരും അങ്ങനെ വന്നാൽ എനിക്ക് സന്തോഷമാണ് ഓടിച്ചെല്ലാനും. ഇപ്പം 86 വയസ്സ് കഴിഞ്ഞ് 87 വയസ്സോളമായ എൻ്റെ അമ്മയുണ്ട്. അമ്മയാണ് RCM പറയുന്നത്. വരുന്നവരോട് ഞാൻ ഇവർക്ക് വെള്ളം എടുക്കാൻ പോകുമ്പോൾ അമ്മ ഇവിടുന്ന് RCM പറഞ്ഞോളൂ. തീർച്ചയായിട്ടും ആ പോകുന്ന വ്യക്തി 1-2 പ്രോഡക്റ്റും വാങ്ങിച്ചുകൊണ്ടേ പോകത്തുള്ളൂ. അതാണ് വീട്ടിലുള്ളവർ കേൾക്കാൻ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും, മീറ്റിങ്ങുകൾ വീട്ടിലുള്ളവർ കേക്ക് വെക്കുക. അവിടെ പ്രായമൊന്നും ഒരു പ്രശ്നമല്ല, കൊച്ചുകുട്ടി ആയിക്കോട്ടെ. എനിക്ക് 5 വയസ്സുള്ളൊരു കൊച്ചുമോനുണ്ട്. അവൻ എന്നെ വിളിക്കുന്ന RCM അച്ചമ്മ എന്ന. കളിയാക്കിയിട്ടാന്നേലും കേൾക്കുമ്പോൾ എനിക്കൊരു സുഖമുണ്ട്. കാരണം ആര് വന്നാലും, എന്ത് വീട്ടുകാർ വന്നാലും RCMനെ കുറിച്ചാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. അതാണ് നമ്മൾ അതിനെ അടുത്തറിഞ്ഞാൽ നമ്മൾ ആ മന്ത്രം പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ RCM എന്ന് പറയുന്ന ഒരു മഹത് പ്രസ്ഥാനം ഓരോരുത്തരും അതിന്റെ വില അറിഞ്ഞ് നല്ല രീതിയിൽ ഇതിനകത്ത് വിൻ ചെയ്യണം. നമ്മൾ ആരും ഒരു സമയം പോക്കാൻ വേണ്ടിയിട്ട് വന്നവരാന്ന് കരുതുന്നില്ല. ആരോഗ്യം മാത്രം പോരാ, നമുക്ക് സമ്പത്തും വേണം. ഈ ഉള്ള സമ്പത്ത് നമ്മൾ കഷ്ടപ്പെട്ട് വരുമാനം ഉണ്ടാക്കി ബാങ്ക് ബാലൻസ് കൂട്ടി അത് അനുഭവിക്കാൻ ശരീരസുഖം ഇല്ലെങ്കിൽ അതുകൊണ്ട് ഒരു അർത്ഥവും ഇല്ല. നമുക്ക് ശരീരസുഖം ഉണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ കഷ്ടപ്പെട്ടിട്ടിരിക്കുന്ന മുതലെടുത്ത് നമുക്ക് അനുഭവിക്കാൻ പറ്റൂ. നമ്മൾ ഇന്ന് ചെയ്യുന്ന എന്താ? ഇന്ന് നമ്മൾ ഓരോരുത്തരോടും പറയുമ്പം അവരിതിന് ചിലർ പറയും ഫുഡ് സപ്ലിമെന്റ് വില കൂടുതലാണ്.
ഈ വില കൂടുതലാണെന്ന് പറയുന്ന വ്യക്തികള് നാളെ അവർക്ക് ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറയുമ്പോൾ ലക്ഷങ്ങൾ അടയ്ക്കണം. അവരൊന്നിച്ച് 2 ലക്ഷമോ 3 ലക്ഷമോ 1.5 ലക്ഷമോ ഒന്നുകിൽ ലോൺ എടുത്ത്, അല്ലെങ്കിൽ പലിശക്കെടുത്ത്, അല്ലെങ്കിൽ മക്കളുടെയോ മരുമക്കളുടെയോ സ്വർണം പണയം വെച്ച് അവരത് കൊണ്ടുപോകും. അവരോട് അപ്പോഴും നമ്മൾ അത് അങ്ങോട്ട് പറയുക. അവർക്കിതെല്ലാം അറിയാം, പക്ഷെ നമ്മൾ പറയുമ്പോൾ അവരൊന്ന് ചിന്തിക്കും. അപ്പൊ അവര് ചിന്തിക്കും ഓരോ മാസവും ഉള്ളതാ 1000 2000 അല്ലെ 3000 അവരുടെ ഏത് കാര്യത്തിനാണോ അവർ വാങ്ങിക്കുന്നത് അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ അതിലുണ്ടായിരിക്കും, പ്രോഡക്റ്റിന്റെ വ്യത്യാസം. അതനുസരിച്ച് ആ പ്രോഡക്റ്റുകൾ എടുത്ത് അവർ കഴിക്കും. അവർക്ക് വ്യത്യാസം വരുമ്പോൾ അവർ തീർച്ചയായിട്ടും നമ്മളോട് സ്നേഹമുള്ളവരായിരിക്കും. പിന്നെ എവിടെ ഒരു വേദിയിൽ പോയാലും അവർ ഓടി വന്ന് നമ്മളോട് പറയും, അടുത്ത് നിൽക്കുന്നവർ കേൾക്കുകയാണ് പറയുന്നത്. അങ്ങനെയും കൂടെ നമുക്ക് സെയിൽ കിട്ടും. അവരുടെ സുഖമുള്ള കാര്യങ്ങൾ നമ്മളോട് പറയുമ്പം ആ നിൽക്കുന്നവരോട് നമ്മൾ പറയണ്ട, അവര് തന്നെ പറഞ്ഞ് കേട്ടും കൊണ്ട് അത് എന്തുവാന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ 2-3 കേസ് എനിക്ക് കിട്ടി. അതുകൊണ്ടാ പറഞ്ഞേ, നമ്മൾ അതാണ് ഉണ്ടാക്കാൻ നോക്കണ്ടേ. ഒരു പ്രോഡക്റ്റ് നമുക്ക് PVക്ക് വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റ് കൊടുത്ത് എങ്ങനെങ്കിലും ആ ഒരു എത്രയും PV കിട്ടുമല്ലോ ആ ചിന്ത വരരുത്. നമ്മുടെ ബോഡിയിൽ മനുഷ്യ ശരീരത്തിൽ 80ഓളം അവയവങ്ങളുണ്ട്. ഈ 80 അവയവത്തിനും പരസ്പര പൂരകങ്ങളുണ്ട്. ഒന്നിന് സപ്പോർട്ടീവായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ വൈറ്റമിനും പ്രോട്ടീനും മിനറലും ഫൈബറും വാട്ടർ കണ്ടന്റും ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ വേണം. നമ്മൾ വിചാരിക്കും ഇച്ചിരി പക്വതയുള്ളവരോ അല്ലെ അറിവുള്ളവരോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരോ അവർക്കെല്ലാം അറിയാം, അവരോട് പറയാൻ നമ്മൾ വിഷമിക്കും. ഞാനൊരു ഒരാഴ്ചക്കപ്പുറം 2 ഡോക്ടർമാരെ 2 ഫംഗ്ഷന് വെച്ച് പരിചയപ്പെടാനിടയായി. വേറൊരാളോട് സംസാരിച്ചപ്പോഴാണ് ഒരു ഡോക്ടർ പരിചയപ്പെടുന്നത്. അപ്പൊ അവരോട് കാര്യങ്ങളും അസുഖത്തിന്റെ വിവരമൊക്കെ പറഞ്ഞ് എന്റെ പ്രോഡക്റ്റും ഒക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ആ ഡോക്ടർ വന്നിട്ട്, ദന്ത ഡോക്ടറോ, വന്നിട്ട് എന്നോട് കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ കാര്യം പറഞ്ഞിട്ട് ഇന്നലെ ചിരിച്ചും കൊണ്ട് നിൽക്കുക, പുള്ളിക്കാരി ഒന്നും പറയുന്നില്ല. ഞാനപ്പോ ചോദിച്ചു, മോൾ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെള്ളം കുടിയൊക്കെ കുറവാ. ഞാൻ നിർബന്ധിച്ച് ചിരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും എടുത്തു ചോദിച്ചപ്പം എന്നോട് പറഞ്ഞു 8 ഗ്ലാസ് വെള്ളം. അത് ചിലപ്പോഴേ പറ്റൂ, ചിലപ്പോ അല്ലേ 6-7 ഗ്ലാസ്. ഞാൻ ചോദിച്ചു വെയിറ്റ് എത്ര ഉണ്ട്? വെയിറ്റ് 62. ഞാൻ പറഞ്ഞു മോക്കറിയാമോ ബോഡിയിൽ 3/4 ഭാഗം വെള്ളമാണെന്ന് അറിയാം. ചിരിച്ചും കൊണ്ട് അവള് തലയാട്ടി. കാരണം അറിയാം, പക്ഷെ അതാരും ചെയ്യാറില്ല. അതുപോലെ തന്നെ ബ്ലഡിലും 90% വെള്ളമാണ്, 10% ഉള്ളൂ ബ്ലഡ്. അത് കുറയുന്നോണ്ടാണ് സ്ട്രോക്ക്, ഹാർട്ടിന്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. ഇത് ഞാൻ അവളോട് പറഞ്ഞപ്പം കറക്റ്റായിട്ട് അവള് പറഞ്ഞു കറക്റ്റ്. ഞാൻ ചോദിച്ചു കറക്റ്റ് ആണോ, ശരിയാണോ? ആന്ന്. ഞാൻ ചോദിച്ചു പിന്നെന്താ വെള്ളം കുടിക്കാത്ത, നിങ്ങളുടെ കൈകളിലാണോ ഞങ്ങൾ ജീവൻ കൊണ്ടുവന്ന് ഏൽപ്പിക്കേണ്ടതെന്ന് ചോദിച്ചു. അന്നേരം അവർ ചിരിക്കുവാണ്. അവർക്കും അറിയാം, പൊതുവെ എല്ലാവർക്കും അറിയാമെങ്കിലും എല്ലാവരും അതിനോട്ട് ശ്രദ്ധ കൊടുക്കുന്നില്ല. നമ്മൾ മറ്റു പലതിന്റെയും പുറകിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പം നമ്മൾ ഈ വക കാര്യങ്ങൾ അങ്ങോട്ട് പറയണം. അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്നതാ, നമ്മളിത് ചോദിച്ചാൽ അവർ ചിന്തിക്കും. അങ്ങനല്ല ചിന്തിക്കണ്ടേ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരു കൊച്ചു കുട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ റോഡിൽ കാണുന്ന ഒരു പരിചയക്കാരിൽ നിന്ന് വരെ നമുക്ക് പലതും പഠിക്കാനുണ്ട്. നമുക്കറിയാവുന്നതായിരിക്കും, പക്ഷെ അവരൊന്ന് സൂചിപ്പിക്കുമ്പോഴാണ് നമ്മളത് ഓർക്കുന്നത്. എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപേ പഠിച്ചിട്ടുണ്ടെന്ന് RCM വന്നിട്ടല്ല നമ്മൾ ആദ്യം കേൾക്കുന്നത്. എവിടെയൊക്കെ വെച്ച് വായിച്ച കൂട്ടത്തിലോ ടീച്ചർമാരും കോളേജിലും ഒക്കെ പഠിപ്പിച്ച കൂട്ടത്തിലോ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരെങ്കിലും പിന്നെ അത് പിന്തുടർന്നിട്ടുണ്ടോ? ഇല്ല. അത് നമ്മുടെ കുറ്റം. അത് കാരണം നമ്മൾ ആരോട് പറയുമ്പോഴും ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട്, നമ്മുടെ ഒരു നിത്യോപയോഗ സാധനം തന്നെ, ഒരു നൂഡിൽസോ അല്ലെങ്കിൽ ഒരു ആട്ടപ്പൊടിയോ തേയിലയോ ഒരാൾ എടുക്കണമെങ്കിൽ നമ്മൾ അതിനോട് അനുഭവിച്ച നമ്മുടെ അനുഭവ റിസൾട്ട് അവരോട് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു കോൺഫിഡൻസ് ആണ് അത് പഠിക്കാൻ. നല്ല സാധനത്തിന് അപ്പൊ അവർ വില കൂടുതൽ പറയുമ്പോൾ ഞാൻ പറയും നല്ലതിന് വില കൊടുക്കണം. മാർക്കറ്റിൽ ഇതെല്ലാം കിട്ടും. 20 രൂപയുടെ തേയില കിട്ടും, ചിലപ്പോൾ 45-ന് കിട്ടും. 300 രൂപയ്ക്കും 500 രൂപയ്ക്കും തേയിലയുണ്ട്. ആ വില കൂടുന്നതനുസരിച്ച് അതിന്റെ ക്വാളിറ്റി നല്ലതായിരിക്കും, അതിനകത്ത് മായം കുറവായിരിക്കും. ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞെങ്കിലേ അവരൊന്ന് ഓർക്കത്തുള്ളൂ. അവർക്കും അറിയായിരിക്കും, അവര് നമ്മളെക്കാളും ബുദ്ധിയുള്ളവരാ, പക്ഷെ അത് ഓർക്കുന്നില്ല ആരും. നമ്മളിത് അങ്ങോട്ട് പറയുമ്പം അവരത് ഓർക്കും. അതേപോലെയാണ് നൂഡിൽസ്. നമ്മൾ പറയുന്നുണ്ടെ അവർ പറയോ നൂഡിൽസ് അങ്ങനെ കൊച്ചുങ്ങൾക്ക് കൊടുക്കത്തില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കൊച്ചുങ്ങൾക്ക് കൊടുക്കാത്ത നൂഡിൽസ് എന്തുകൊണ്ടാ കൊടുക്കാത്ത? മൈദ ആയതുകൊണ്ടാ.
സ്കൂളുകളിൽ പോലും ടീച്ചർമാർ നൂഡിൽസ് കൊണ്ടുവല്ലല്ലേ എന്ന് പറയും. കാരണം കുട്ടികൾ അടി കൂടും. അവർക്ക് നൂഡിൽസ് ഇഷ്ടമാണ്. ഇന്ന് നാട്ടിൽ കിട്ടുന്നത് മൈദയാ. അവിടെ അപ്പോ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ നൂഡിൽസ് കഴിച്ചാൽ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ആരോഗ്യമാണ്. ഇത് നമ്മൾ ആ അമ്മയോ അല്ലെങ്കിൽ അതിന്റെ വീട്ടിൽ ആരാ മുതിർന്നവരുള്ളതെന്ന് വെച്ചാൽ നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കണ്ടന്റുകളും അതിന്റെ മസാലയിൽ അടങ്ങിയിരിക്കുന്ന കൂൺ ഉണക്കി പൊടിച്ചതും ഉള്ളി ഉണക്കി പൊടിച്ചതും ഒക്കെയാണ്. അതുകൊണ്ടാണ് ആ ടേസ്റ്റ് തോന്നുന്നത്. ഒരു വ്യക്തി ഈ ഓവർ ബുദ്ധിയുള്ളവർ അങ്ങനെയാണല്ലോ. എന്നോട് പറഞ്ഞ് ഇത്രയും ടേസ്റ്റ് വരണമെങ്കിൽ എന്തെങ്കിലും എസൻസ് ചേർത്തിട്ടാ. ഞാൻ പറഞ്ഞു എസൻസ് ഉണ്ട്, അത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള എസൻസ്. കൂണ് മോശമായ സാധനമാണോ? കൂൺ ഉണക്കി പൊടിച്ച് അങ്ങനെ ഇരിക്കും. അവിടെ നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അവരാ സംശയത്തെ സ്ഥിരീകരിക്കും. ഉള്ളി എന്തുകൊണ്ടാ ഫ്രൈഡ് റൈസും ബിരിയാണിയൊക്കെ വെച്ചിട്ട് മുകളിൽ ഉള്ളി വറുത്തിടുന്നതെന്ന് ഞാൻ ചോദിച്ചു. വറുത്തിട്ട് ഒന്ന് എവിടെയാണ് അതിന്റെ മുകളിൽ ഇടുന്നത്? ടേസ്റ്റ് കൂട്ടാന്. അതാണ് RCMന്റെ പ്രോഡക്റ്റ്. തിരിച്ചവര് അന്ന് 5 എണ്ണം എടുത്തു. ഇതാണ് നമ്മൾ അവരുടെ കൺഫ്യൂഷൻ തീർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സെയിലിന് ഒരു പാടുമില്ല. RCMൽ വിജയിക്കാൻ എല്ലാവരും പ്രയാസപ്പെടുന്ന ഈ ഒരു ഒറ്റ കാര്യമാണ്. ഈ അടുത്ത സമയത്ത് തന്നെ ഒരു 5-6 പേരിന്ന് ഞാൻ കേട്ടു, അയ്യോ സാധനം കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്തുകൊണ്ട് പറ്റത്തില്ല? നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുന്നില്ലേ? കടയിൽ പോയാൽ ഒരു സാധനത്തിന് ആരും വില ചോദിക്കാറില്ല, നമ്മൾ ഉൾപ്പെടെ അല്ലേ. പുതിയത് എന്ത് കണ്ടാലും നമ്മൾ വാങ്ങിക്കും. കടക്കാരോട് ചോദിക്കും ഇത് എന്താന്ന്. അവർക്ക് അറിയത്തില്ലെങ്കിലും അവരെന്തെങ്കിലും തട്ടിക്കൂട്ടി പറയും. നമ്മൾ വിചാരിക്കാം ഒന്ന് നോക്കാം, പുതിയതല്ലേ എന്റെ കൊച്ചുങ്ങൾക്ക് മേടിച്ചു കൊടുക്കാം. അതിന്റെ ഗുണമൊന്നും നമ്മൾ ആരും ഓർക്കുന്നില്ല, നമ്മൾ എടുത്തോണ്ട് പോരും. നേരെ മറിച്ച് നമ്മുടെ RCMന്റെ സാധനം നമ്മൾ ആർക്ക് കൊടുത്താലും ഇത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് 100% അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ലിക്വിഡുകൾ, ഡിഷ് വാഷ് ലിക്വിഡ്, ടോയ്ലറ്റ് ക്ലീനർ, ഇങ്ങനെ തുണി ഡിറ്റർജന്റുകൾ, ഇതൊക്കെ എന്ത് ക്വാളിഫൈഡ് ആണെന്ന് അറിയുമോ? നമ്മൾ ഒരു കാര്യത്തിന്, അതായത് ഈ അടുത്ത സമയത്ത് എനിക്ക് അനുഭവം ഉണ്ടായതാണ്. നമ്മൾ ക്ലോസറ്റ് ക്ലീനർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമോ ബാത്റൂമിലേക്ക് മാത്രമുള്ള. ഞാൻ നേരത്തെ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടും ഞാൻ വിചാരിച്ചു അതൊരു വിഷമം എനിക്ക്. എന്തോ നമ്മുടെ വിളക്കൊക്കെ തേക്കാൻ നല്ലതാണ്, വിളക്ക് തേച്ചാൽ കറുപ്പ് നിറമാവത്തില്ല, പെട്ടെന്ന് മാറുമെന്ന് എന്നോട് നമ്മുടെ RCMൽ തന്നെയുള്ള ഒരു വ്യക്തി പറഞ്ഞു. അപ്പൊ അതെനിക്കൊരു വിഷമം. അതിന്റെ പേരങ്ങനെയാണല്ലോ, ടോയ്ലറ്റ് ക്ലീനർ എന്നാ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു വിഷമം കൊണ്ട് എടുക്കാതിരുന്നു. പക്ഷെ സഹി ഇട്ടപ്പോൾ ഇവിടെ ഒരു വലിയ വിളക്കുണ്ട്. അത് മക്കളുള്ളപ്പോൾ അവരായിരുന്നു ഊരി തന്ന് ഓരോ പീസായിട്ടായിരുന്നു നമ്മുടെ പീതാംബരി എന്ന് പറഞ്ഞൊരു പൊടി കടകളിൽ മേടിക്കാൻ കിട്ടും, അതിട്ടായിരുന്നു തേച്ച് വൃത്തിയാക്കി കൊണ്ടുവെക്കുന്നത്. അവര് മോനങ്ങ് ദൂരെ പോയപ്പോഴത്തേക്ക്, കാസർഗോഡ് പോയപ്പോഴത്തേക്ക് ഇത് ഇവിടെ ഇരുന്ന് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ഇരിക്കുന്നു. എനിക്കാണെങ്കിൽ കുനിഞ്ഞ് അതിന്റെ താഴ്ഭാഗം തേച്ച് വൃത്തിയാക്കാനും പറ്റത്തില്ല, പീസായിട്ട് ഊരാനും പറ്റുന്നില്ല. ഈ ഒരു അവസ്ഥ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് പരീക്ഷിക്കാം എന്ന് വിചാരിച്ചു. നമ്മുടെ ടോയ്ലറ്റ് ക്ലീനർ ഒരു തുണിയിൽ ഞാൻ കുറച്ച് ഒഴിച്ചിട്ട്, പുതിയത് ഞാൻ അത് നേരത്തെ കണ്ടോണ്ട് വാങ്ങിച്ചു വെച്ചിരുന്നതാണ്, അതെടുത്ത് ആദ്യം ഞാൻ മുകളിലൊന്ന് തുടച്ചപ്പം അതിന്റെ വൃത്തിയും തിളക്കവും കണ്ടിട്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, പണ്ട് ഓട്ടുവിളക്കും പിത്തളയൊക്കെ തേക്കുമ്പോഴ് പുളിയിട്ട് ഞങ്ങൾ വെളുക്കാൻ വേണ്ടി തേക്കുമായിരുന്നു. അങ്ങനെ തേക്കുമ്പോൾ ഇത്തിരി കഴിയുമ്പോൾ അതിനകത്തൊരു കറുപ്പും ഒരു ഡാർക്ക് കളർ വീഴും, പുള്ളി പുള്ളിയായിട്ട് വീഴും. ഇതും ഇത്രയും നിറം വന്നോണ്ട് അങ്ങനെ വീഴുമെന്ന്. ഞാനും ഒന്ന് പേടിച്ചു, കാരണം വലിയ വിളക്കാ, അങ്ങനെ വരുന്നെങ്കിൽ അതൊരു വൃത്തികേടാവുമല്ലോ എന്ന്. പക്ഷെ ഞാൻ എന്തോ ഒരു മനോധൈര്യത്തിൽ അത് വൃത്തിയാക്കി. അടിഭാഗം കുനിഞ്ഞ് എനിക്ക് അതിന്റെ തട്ടവും അടിഭാഗവും തേക്കാൻ വയ്യാനും ബ്രഷ് എടുത്തുകൊണ്ട് വന്ന് അതിനകത്ത് തുണി ചുറ്റി ഇതുമായിട്ട് തേച്ച് വൃത്തിയാക്കി. പക്ഷെ നല്ല നിറമായി. നല്ല നിറം എന്ന് വെച്ചാൽ വിശ്വസിക്കാൻ പറ്റാത്ത നിറം. അതുവരെ ഞാൻ ആ പീതാംബരി എന്ന് പറഞ്ഞ് പൊടി വെച്ച് തേച്ചിരുന്നതിലും വൃത്തി. അപ്പൊ അമ്മ തീർച്ചയായിട്ടും പറഞ്ഞു, കണ്ടോ നീ 4 ദിവസം കഴിയുമ്പോൾ നിന്റെ ഈ സന്തോഷമൊക്കെ മാറും, അതിനകത്ത് പുള്ളി വീഴുമെന്ന്. ഇന്നും ഇവിടെ ഇരിപ്പുണ്ട്, അതിന്റെ നിറം മാറിയിട്ടില്ല. നമ്മുടെ പ്രോഡക്റ്റ് ഒന്ന് ഓർത്തു നോക്കിയാട്ടെ. എനിക്ക് അത്ഭുതം വന്നത്, പേര് ടോയ്ലറ്റ് ക്ലീനർ എന്നാണ്. നമ്മൾ അതുകൊണ്ടാണ് ഞാൻ അതിനു മുമ്പ് ഇത് അറിഞ്ഞിട്ടോ തൊടാതിരുന്നത്. ഒരു പുതിയത് നമ്മൾ മേടിച്ച് അതിനായിട്ട് വെച്ചേക്കുക. ആ ഒരു അനുഭവം കൊണ്ട് ഈ 4-5 ദിവസത്തിനപ്പുറം എൻ്റെ ഗ്യാസിന്റെ ബർണർ ഇതേപോലെ വൃത്തികേടായിട്ടിരുന്നപ്പോഴ് ഞാൻ വിചാരിച്ച, കാരണം അന്ന് ഗ്യാസ് മേടിച്ചപ്പം കിട്ടിയ 2 അവര് ക്ലീൻ ആക്കുന്നത് കൊണ്ട് തന്നിരുന്നു, അതിലൊന്ന് ഇനി ഇരിപ്പുണ്ട്. പക്ഷെ അതൊഴിച്ചാൽ അത്രയും ആ കളർ കിട്ടുന്നില്ല, നല്ലൊരു പുതിയ കളർ വരുന്നില്ല. പക്ഷെ ഞാൻ ഇത് ഇച്ചിരി അതിൽ ഒഴിച്ചിട്ട് നമ്മുടെ പല്ല് തേക്കുന്ന ബ്രഷ് കൊണ്ട് അതൊന്ന് ക്ലീൻ ചെയ്തു.
ക്ലീൻ ചെയ്ത് അതിനകത്തിരിക്കുന്ന ചെറിയ ഇരുമ്പിന്റെ വട്ടത്തിലിരിക്കുന്നതൊക്കെ ഉണ്ട് ബർണറിന്റെ നടുക്ക്. അതും ആ ബർണറും ഒക്കെ ഇപ്പൊ കണ്ട പുതിയതുപോലെ ഇരിക്കുന്നു. ഒരാഴ്ചയായി ഒരു നിറവ്യത്യാസവും ഇല്ല. ഞാൻ അത്ഭുതപ്പെട്ടു. ഇത്രയും നാൾ നമ്മൾ പാടുപെടുമായിരുന്നു. കാരണം ദിവസേന തുടച്ചാലും ഒരിക്കലും ഗ്യാസിന്റെ ബർണറും അതിന്റെ 4 ചുറ്റും വൃത്തിയാവത്തില്ല. അത് ഉപയോഗിച്ച് നോക്കിയതുകൊണ്ടാണ് നമുക്കറിയാൻ പറ്റിയത്. ഇത് പറഞ്ഞിട്ട് 2 എണ്ണം എൻ്റെ കയ്യിൽ നിന്ന് ഓർഡറായി സാധനം കിട്ടിയിട്ടില്ല. 2 പേരോട് ഞാനിത് വിളിച്ചോണ്ടിരുന്ന് കാണിച്ചു. എൻ്റെ ബന്ധുക്കളാ. അവര് ചോദിച്ചു, നമുക്ക് റിസൾട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഒരാളോട് പറയാൻ പറ്റൂ, വിളിച്ചവരെ കാണിക്കാൻ പറ്റൂ. ഇതേപോലെ ഒരിക്കൽ ഞങ്ങൾ ട്രെയിനിൽ അവിടെ കൊച്ചിയിൽ മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന വഴി ഒരു ചായ വാങ്ങിച്ചപ്പോഴ് ഒരു വെള്ള സാരിയാണ് കൊടുത്തിരുന്നത്. അതിനകത്ത് വീണു. ചായ മൊത്തം അതിലങ്ങ് വീണു. ഞാൻ വിചാരിച്ചു ഇനി ഇത് കളയാനേ കൊള്ളാവൂ, നല്ല കൂടിയ സാരിയാണ്. ഇവിടെ വന്ന രാത്രി തന്നെ ഞാൻ അതിനകത്ത് ഇവിടുത്തെ നമ്മുടെ ഡിറ്റർജന്റ് ഉപയോഗിച്ച് കഴുകിയിട്ട് എത്ര ഞെവിടിയിട്ടും ബ്രഷ് ചെയ്തിട്ടും ഒന്നും കളർ പോകുന്നില്ല. ഒത്തിരി വിഷമം വന്നു. വന്നിട്ട് ജോലിയെല്ലാം ഒതുക്കി ഇനി വന്ന് കിടന്നപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കൊരു വിഷമം, ആ സാരി എടുത്ത് കളയേണ്ടി വരുമല്ലോ എന്ന്. കാരണം മൊത്തത്തിൽ വീണു, ഫ്രണ്ട് മുഴുവൻ വീണു. അപ്പൊ ഞാൻ എണീറ്റ് എന്നിട്ട് നമ്മുടെ പിക്സി ഡിഷ് വാഷ് ക്ലീനർ ഉണ്ടല്ലോ, ആ പിക്സിയുടെ കുറെ എടുത്ത് ആ കളറുള്ള ഭാഗം മൊത്തത്തിൽ നോക്കി അതിനകത്തെല്ലാം തേച്ച് കൈകൊണ്ട് ഞെവിടി അതങ്ങനെ തന്നെ പാത്രത്തിൽ വെച്ചു, കുറച്ച് വെള്ളമായിട്ട്. രാവിലെ എണീറ്റിട്ട് ഞാൻ അതൊന്ന് എടുത്ത് വീണ്ടും ഒന്ന് ഞെവിടി ഒന്ന് കഴുകി നോക്കിയപ്പോൾ ആ കളർ മുഴുവൻ പോയി. പണ്ട് നമ്മുടെ വെള്ള ഷർട്ടിലോ അല്ലെങ്കിൽ മുണ്ടിലോ ഇച്ചിരി തേയിലയുടെ ചായ കളർ എന്തെങ്കിലും വീണാൽ അത് പോകാറില്ല. അത് അതേപോലെ ഇരിക്കും. ഇന്ന് പുതിയതുപോലെ ഇരിക്കുകയാണ് ആ സാരി. ഞാനിത് പറഞ്ഞത് ഇപ്പൊ ഇത് 3 എടുത്ത് പറയാൻ കാരണം നമ്മുടെ ഓരോ പ്രോഡക്റ്റും ഇതുപോലെ ഒന്നിന് മാത്രമല്ല. അതുപോലെ നമ്മുടെ അഖിൽദാസ് സാർ ഒരിക്കൽ പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹത്തിന്റെ വീട്ടില് തുണി കഴുകിയ വെള്ളം വാഷിംഗ് മെഷീനിൽ പോകുന്ന ഹോസ് അപ്പുറത്തെ പുരയിടത്തിലോട്ട് ഇറങ്ങും. ആ വെള്ളം വീഴുന്നിടത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളിലും അവര് നട്ടേക്കുന്ന വിളകളിലും എല്ലാം ഇഷ്ടംപോലെ കായ്ഫലങ്ങളാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുവരെ നമ്മൾ തുണി കഴുകിയ വെള്ളം കൊണ്ടത് വല്ലത്തിനും ഒഴിക്കുമായിരുന്നോ? ഇല്ല. അപ്പൊ ഇതിനകത്ത് മനുഷ്യന് ദോഷകരമായ ഒന്നുമില്ല എന്ന്. ഇതിന് വേറൊരു ഉദാഹരണം കൊണ്ട് ആ പിക്ചയുടെ ഒഴിച്ച് നമ്മൾ തുണി നല്ല ഞെവിടിയിട്ട് ഞാൻ എൻ്റെ കൈ നോക്കി. സാധാരണ നമ്മുടെ ഫ്രില്ലൊക്കെ നേരത്തെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ കുറെ പറ്റുമെന്ന് ഇത്തിരി കഴിയുമ്പോൾ ഒരു അഴലക്കം പോലെ തോന്നും. ഇത് തുണി കഴിയുമ്പോൾ അറിയാമല്ലോ, അത്രയും നേരവും നമ്മൾ കട്ടിക്ക് ഒഴിച്ചത് നമ്മുടെ കയ്യിലെല്ലാം പറ്റിയിരിക്കുകയാണ്. ഒരു പ്രോബ്ലം ഉണ്ടായില്ല. ഇത്ര ഗ്യാരണ്ടിയോടുകൂടി നമുക്ക് ഏത് കമ്പനിയുടെ പ്രോഡക്റ്റ് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ ഓരോന്നും. അതുപോലെ ഹെൽത്ത് പ്രോഡക്റ്റുകൾ, നമ്മളൊരു യാത്ര കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ പ്രായം ചെന്നവരുണ്ടെങ്കിൽ അവരാകെ എപ്പോഴും ടയേർഡായിരിക്കും. എന്ത് ആഹാരം കഴിച്ചാലും അവർക്കൊരു ക്ഷീണം, വന്നൂന്നിരിക്കാൻ വയ്യ, എനിക്ക് വയ്യ. ഒരു 70 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവർ ക്ഷീണിച്ച ഒരു ഭാവമാണ് നമ്മൾ കാണുന്നത്. ഇന്നിവിടെ എൻ്റെ അമ്മ, അവര് 8 പേരായിരുന്നു, അവർ 2 പേര് മരിച്ചു, ബാക്കി 6 പേരാണ്. അമ്മ എപ്പോഴും ഇതേപോലെ ആയിരുന്നു. അമ്മയ്ക്ക് ഒരു ചുമയും പനിയൊക്കെ ഉണ്ടായിരുന്നു. അത് ആ പനി നിരന്തരം ഒരു പിടി കുരുമുളക് അമ്മയുടെ കയ്യിൽ എപ്പോഴും കാണുമായിരുന്നു. കുറെ അവിടം കഴിഞ്ഞ് ഒരു 2-3 കൊല്ലത്തിനപ്പുറം വരെ സ്ഥിരം പാരസെറ്റമോൾ അമ്മയുടെ കയ്യിൽ ഒഴിയാതെ കാണുമായിരുന്നു. ഹാർട്ടിന് പ്രോബ്ലം ആയതിനു ശേഷമാണ് ആ പാരസെറ്റമോൾ ഒഴിവാക്കിയത്. അങ്ങനെ ഇരുന്നപ്പോഴേ ഞാൻ ഈ RCM വന്നിട്ട് നമ്മുടെ ഗിലോയ് തുളസി, അലോവേര, പഞ്ചതുളസി, ഈ അലോവേരയും കൂടെ അതിൽ കൊടുക്കാൻ കാരണം ഗിലോയ് തുളസിക്ക് ഒരു കയ്പുണ്ട്. അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഈ അലോവേരയ്ക്ക് പറ്റും. മാത്രമല്ല ആന്തരികമായിട്ടുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് കുറയ്ക്കാൻ പറ്റും. പ്രായം ചെല്ലുമ്പോൾ ഇത്രയും നാളുകൊണ്ട് നമ്മൾ കഴിച്ച ഫുഡിലുള്ള എല്ലാ ദോഷവശങ്ങളും നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പൊ അതുകൂടെ പോട്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇത് കൊടുക്കുന്നവർക്ക് ഞാൻ അതുകൂടെ സജസ്റ്റ് ചെയ്യും. അത് SY കൂടെ കഴിച്ച് നമ്മുടെ കിഡ്സും കഫം നല്ലപോലെ ഉണ്ടായിരുന്നു. ആ ചുമ അങ്ങനെ നിന്നേ അതുകൊണ്ടായിരുന്നു. ഒരു 3 മാസം കഴിഞ്ഞപ്പം അമ്മയുടെ പനിയും മാറി, ആ ചുമയും മാറി. ഇന്നിപ്പോ ഒരു 1.5 വർഷമായി അമ്മയുടെ ഒരു ചുമ ഞാൻ കേട്ടിട്ട്. ഇത്ര ഗ്യാരണ്ടിയോടുകൂടിയൊക്കെ നമുക്ക് ഏതൊരു ഹോസ്പിറ്റലിൽ പോയാലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ആ റീഫ്രഷ് തീരെ വയ്യാതെ കിടക്കുന്നത്, സോഡിയം പൊട്ടാസ്യം ഒക്കെ കുറഞ്ഞ് അവർക്ക് ബോഡിയിൽ ആരോഗ്യപരമായിട്ടുള്ള നമ്മൾ കഴിക്കുന്നോണുള്ള ഫുഡൊന്നും കഴിക്കാൻ വയ്യ. ചിലർ എന്തെങ്കിലും ലൈറ്റായിട്ടൊക്കെ കഴിച്ചിരിക്കുന്നവരുണ്ട്. അവർക്ക് ഡെയിലി ഒരെണ്ണം വെച്ച് നിങ്ങൾ ഒരു 15 ദിവസം ഒന്ന് കൊടുത്തു നോക്കിയാട്ടെ. അവര് നൂന്നിരുന്ന് നിങ്ങളെടുത്ത് കാര്യം പറയുന്ന കാണാം.
മാത്രമല്ല അതൊന്ന് സെയിൽ ചെയ്യാൻ നമുക്ക് DP 56 രൂപയ്ക്ക് കിട്ടും, MRP 70 രൂപ ഉണ്ട്. നമ്മൾ സെയിലിനാണെങ്കിൽ 70 രൂപ കിട്ടും. PV 42 രൂപയുണ്ട്, 42 PV ഉണ്ട്. 56 രൂപയ്ക്ക് മേടിച്ചാൽ 42 PV കിട്ടുമെങ്കിൽ ആ പ്രോഡക്റ്റ് എത്ര ഇതാന്ന് നോക്കേ. നമുക്ക് പർച്ചേസ് വോളിയം കൂട്ടാൻ തന്നെ എന്ത് ബെറ്റർ ആണ്. പക്ഷെ ആരും കമ്പനിയുടെ ഒരു ഓഫർ വന്നപ്പോൾ മാത്രം എല്ലാവരും വാങ്ങിച്ചു. തീർച്ചയായിട്ടും അതൊരു 30 എണ്ണം നിങ്ങൾ എടുക്കുന്നതിലെടുക്കുക. നിങ്ങളുടെ പർച്ചേസ് വോളിയം കൂട്ടും. ഇതുപോലെ അവശത നിങ്ങൾ സെയിലിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ 4 5 എടുത്ത് ബാഗിൽ ഇട്ടേക്കുക, കൊടുക്കാം. നമുക്ക് പർച്ചേസ് വോളിയം കൂടും, അതിന്റെ ലാഭം 14 രൂപ നമ്മുടെ കയ്യിലും ഇരിക്കും. ആ വണ്ടിക്കൂലിക്കുള്ള പൈസയായി. അല്ലെ, പണ്ട് പറയും വീട്ടിലൊരു നായ വളർത്തണമെങ്കിൽ അതിന് പ്രത്യേകം ചോറ് വെക്കണ്ടെന്നല്ലേ. നമ്മുടെ സെയിൽ നടക്കാൻ നമ്മൾ എവിടെല്ലാം പോകുന്നു. നമ്മൾ ഓരോരുത്തരെ വിളിക്കുമ്പോൾ നമ്മുടെ അസോസിയേറ്റ് ബയേഴ്സിനെ ഓരോരുത്തരെ വിളിക്കുന്ന കല്യാണമുണ്ട്, ഇന്നൊരു മരണമുണ്ട്, ഇന്നൊരു ചരടുകെട്ടുണ്ട്, ഇന്ന് അപ്പുറത്തില്ലെങ്കിൽ നൻവിരുണ്ട് അങ്ങോട്ട് പയ്യന്റെ വീട്ടിലോട്ട് പോകുന്നു, അല്ലെ ചെറുക്കന്റെ വീട്ടിലോട്ട് പോകുന്നു. ഈ യാത്രകൾ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കും. ഈ യാത്ര പോയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ ആരോടും മിണ്ടാതല്ല വരുന്നേ. നമ്മൾ എത്ര പേരോട് സംസാരിക്കും? അപ്പൊ അവരോട് സ്നേഹമായിട്ട് ഒരു സംഭാഷണം നടത്തുവാണെങ്കിൽ അവരുടെ അസുഖവിവരങ്ങൾ അവർ തന്നെ ഇങ്ങോട്ട് പറയും. നമ്മൾ ഡയറക്റ്റ് കയറി എന്ത് അസുഖം ഉണ്ടെന്ന് ചോദിക്കരുത്, ആരോടും ചോദിക്കരുത്. എന്ത് ചെയ്യുവാണ്, കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു, ഇങ്ങനൊരു സന്ദർഭപരമായിട്ട് സംസാരിച്ചു കൊണ്ടുവരണം. അപ്പൊ അവര് തന്നെ അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങോട്ട് പറയും. അതൊരു വീട്ടിൽ ചെന്നാലും അങ്ങനെ വേണം. അവരോട് കയറിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ ചോദിക്കരുത്. എന്തായാലും നമ്മൾ സാധനം വിൽക്കാൻ ചെന്നതുപോലെ വരും. അതൊരിക്കലും അവരുത്. ഇതൊക്കെ ഒരു തന്ത്രമാണ്. ഇതാണ് ബിസിനസ് നാക്ക് എന്ന് പറയുന്നത്. നമ്മൾ അതിന് സാഹചര്യം അവരെ കൊണ്ട് തന്നെ സംസാരിച്ചുണ്ടാക്കിക്കൊണ്ട് വരണം. തീർച്ചയായിട്ടും നടക്കും. സെയിൽ ഒരു കലയായിട്ട് സന്തോഷമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. മാത്രമല്ല എത്ര പേരെ നമുക്ക് കാണാൻ പറ്റും, എത്ര പേരോട് സന്തോഷമായിട്ട് ഇടപെടാൻ പറ്റും. നമ്മുടെ വീടുകളിൽ അത്രയും ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാവരോടും എപ്പോഴും ചിരിച്ചും സന്തോഷിച്ചും നടക്കാൻ പറ്റുമോ? ഇല്ല. അതിനൊക്കെ നമുക്കൊരു പരിധിയുണ്ട്. നേരെ മറിച്ച് നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ ഈ ഹാപ്പി, അതായത് RCMൽ നിന്ന് കിട്ടുന്ന ഓരോ പ്രോഡക്റ്റിന്റെയും നമുക്ക് ശരീരത്തിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടും നമുക്ക് മാറി ഒരു കോൺഫിഡൻസ് ഉണ്ട്. നമുക്ക് ധൈര്യമായിട്ട് ഒരാളോട് പറയാം. നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ട് ഓരോരുത്തർക്കും. എല്ലാവരും പറയും പൈസ ഇല്ല, പൈസ ഇല്ലാത്തതുകൊണ്ട് എടുത്ത്. എനിക്കറിയാം, നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നവരെന്നെ പലരും പറയും അത്രയും പൈസയൊന്നും ഇല്ല എടുത്ത് വാങ്ങിച്ച് കഴിക്കാൻ. കച്ചി കെട്ടാൻ വള്ളി കച്ചി തന്നെ ഉണ്ടാക്കാം എന്നൊരു പഴമൊഴിയുണ്ട്. കുറച്ച് ദിവസം നമ്മുടെ സാധനങ്ങൾ നമുക്ക് പുറത്ത് സെയിൽ ചെയ്യാൻ പറ്റും. നിത്യോപയോഗ സാധനം ഉപയോഗിക്കാത്ത വീടുകളേ ഇല്ല. അതൊരു 10 25,000 30,000 രൂപയുടെ സാധനം വിറ്റാൽ ഒരു വ്യക്തിക്ക് വേണ്ടുന്ന ഹെൽത്ത് പ്രോഡക്റ്റ് എടുത്ത് കഴിക്കാൻ പറ്റും ഒരു മാസം. അതിന് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഉള്ളത്, കാരണം ഞാനും അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരെയും കൂടെ പറയുന്ന കാരണം അതാ. ഞാൻ അങ്ങനെ ആയിരുന്നു. നമുക്ക് കഷത്തിരിക്കുന്ന വീഴാതെ ഉത്തരത്തെ ഇരിക്കുന്ന എടുക്കണമെന്ന് വെച്ചാൽ നടക്കത്തില്ല. സ്വല്പം ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഇതിനകത്തൊരു റിസ്ക് എടുക്കുവാണെങ്കിൽ നമ്മുടെ ഇന്ന് ലീഡേഴ്സ് എല്ലാം അനുഭവിക്കുന്ന അതേ സാറ്റിസ്ഫാക്ഷൻ നമുക്കും അനുഭവിക്കാൻ പറ്റും. കാരണം നമ്മൾ എത്ര തപസ്സിരുന്നാലും എത്ര വെയിറ്റ് ചെയ്താലും ഇതേപോലെ ഒരു പ്രസ്ഥാനത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റത്തില്ല. ഇന്ന് കിട്ടിയിരിക്കുന്നത് അത്ര നല്ല ഒരു പ്രസ്ഥാനത്തിലാണ്. നമ്മൾ എന്തോ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യം കൊണ്ടായിരിക്കാം ഈ വൈകിയ വേളയിലെങ്കിലും നമ്മളൊക്കെ ഇതിനകത്ത് എത്തിപ്പെടാൻ പറ്റിയത്. ഞാനത് പ്രത്യേകിച്ച് പറയുന്നത് എൻ്റെ അവസ്ഥയും കൂടെ കൊണ്ടാണ്. ഈ ജന്മത്ത് ഒരു കാര്യത്തിനും, അതായത് 2 കുട്ടികളുണ്ട്, അവരുടെ ഒരു കല്യാണത്തിന് പോലും പങ്കെടുക്കാൻ പറ്റാതെ വീട്ടിലിരിക്കുന്ന, അവരുടെ അച്ഛനും ഇല്ല, വീട്ടിലിരിക്കുന്ന ഒരമ്മയുടെ മാനസികാവസ്ഥ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും ഊഹിച്ചു നോക്കാം. വന്നവരെല്ലാം കരഞ്ഞുകൊണ്ടാണ് കല്യാണത്തിന് പോയത് അവരുടെ കൂടെ. കാരണം ഞാൻ വീട്ടിൽ നിന്നുകൊണ്ട് ഇതെല്ലാം ചെയ്തു. കുട്ടികളുടെ കാര്യവും കഴിഞ്ഞു, അവർ ജോലിയായി, അവരെ കല്യാണവും വീട് വെപ്പും ഇതെല്ലാം ആയി. അപ്പോഴും നമുക്ക് അതിലൊന്ന് ഇറങ്ങി പോകാൻ പറ്റാതെ വരുമ്പം വരുന്നവരുടെയും കണ്ണ് നിറഞ്ഞു. അവിടുന്നാണ് ഞാൻ ഇന്ന് 4 പ്രാവശ്യം ട്രെയിനിൽ, 3 പ്രാവശ്യം കൊച്ചിയിലും 1 പ്രാവശ്യം അങ്കമാലിയിലും പോകാനിടയായി. ട്രിവാൻഡ്രം 3 മീറ്റിങ്ങിന് ഞങ്ങൾ പോകാനിടയായി. മറ്റേതെന്റെ കുട്ടികളുടെ വണ്ടിയിൽ പോലും എനിക്കൊന്ന് കയറിയിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇത് നമ്മൾ ഓർക്കുക. ഇങ്ങനെ ഒരുപാട് പ്രയോജനമുള്ള ഒരു പ്രസ്ഥാനത്തിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്. നമ്മൾ അതിനെ ഒന്ന് മനസ്സിലാക്കുക ആദ്യം.
മനസ്സിലാക്കാൻ വേറെ ഒന്നും നമ്മൾ ചെയ്യണ്ട. നമ്മൾ ഇരുന്ന് കാണാതെ പഠിക്കണ്ട, എടുത്തു വെച്ച് എഴുതി പഠിക്കണ്ട. ദിവസം നമ്മുടെ കമ്പനി മാത്രമേ ഉള്ളൂ ഇത്രയും മീറ്റിങ്ങുകൾ നമുക്ക് തരുന്നത്. 6 മണിക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ്. എല്ലാരും പറയും സമയമില്ല, രാവിലെ ടൈമില്ല. ഞാൻ ചോദിക്കട്ടെ, ചെവി കൊണ്ട് കേൾക്കുന്നതിന് എന്തിനാ നമുക്ക് ടൈം? ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ആരെങ്കിലും ഒന്ന് വന്നാലും ഓടിപ്പോവാൻ ഞാനേ ഉള്ളൂ. പക്ഷെ രാവിലെ ഞാൻ എണീറ്റ് 6 മണിയുടെ സമയത്ത് ഞാൻ എൻ്റെ മൊബൈൽ ഓൺ ആക്കി വെച്ചിരിക്കും. എന്തെങ്കിലും എമർജൻസി കേസുകൾ ഉണ്ടെങ്കിലേ ഉള്ളൂ ഞാൻ മീറ്റിങ്ങിൽ കയറാതിരിക്കുന്നത്. രാവിലെ അടുക്കളയിൽ വേണ്ടുന്ന കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. ഇപ്പോഴും ഒരുവിധം രാവിലെയുള്ള കാര്യങ്ങളെല്ലാം ഒതുക്കി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ രാവിലെ എണീക്കുമ്പം നമുക്ക് മനസ്സിന് ഒരു സന്തോഷമാണ്. പണ്ടുള്ളവർ അങ്ങനെയാ, വെളുപ്പിലെയാണ് എണീറ്റോണ്ടിരുന്നത്. ഇന്ന് ന്യൂജൻ ജനറേഷൻ വന്നപ്പോഴാണ് എല്ലാവരും 8:30 മണി 9 മണിയാവും. രാത്രി ഉറങ്ങുന്നത് 12:30 മണി 1 മണി. അതുകൊണ്ടാണ് നമുക്ക് രാവിലെ എണീക്കാൻ പറ്റാതെ വരുന്നത്. എന്ത് ജോലി ഉണ്ടെങ്കിലും, മീറ്റിങ്ങുകൾ ഉണ്ടെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും, ഇതിനകത്ത് കൊച്ചു കുട്ടികൾ വളരെ കുറവാണ്. അല്ലാതുള്ള എല്ലാം ഒരു 30 വയസ്സ് കഴിഞ്ഞ മെച്ചുവർ ആയവരാണ്. ഇപ്പം നമ്മൾ സമയത്ത് ഉറക്കം ഒരു 6 മണിക്കൂറെങ്കിലും നമുക്ക് കിട്ടിയിരിക്കണം. അത് ആരോഗ്യത്തിന്റെ ഒരു പ്രധാന കാരണമാണ്. വർക്ക് ചെയ്യാൻ ഒരു മൂഡും. അതുകൊണ്ടാണ് ആരെങ്കിലും വിളിച്ചാൽ ഫോൺ എടുക്കാൻ പോലും ദേഷ്യം കാണിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും. നമ്മൾ ഉറക്കം കറക്റ്റ് കിട്ടിയില്ല, മനസ്സമാധാനം ഇല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം തന്നെ മാറും. ആരോടും സ്നേഹത്തെ സംസാരിക്കാൻ പറ്റത്തില്ല. ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് ആരോടും സമാധാനത്തെ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ആകെ ഒരു ഇറിറ്റേഷനും ദേഷ്യവും ഒക്കെ ആയിരിക്കും. നല്ലപോലെ വെള്ളവും കുടിച്ച്, നോർമലായ ഒരു വ്യക്തി 3-4 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. ആ വെള്ളവും കുടിച്ച് സമയത്ത് ഉറക്കവും കിട്ടി നല്ല ചിന്തകളും ആയിട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ദേഷ്യം വരത്തില്ല. പ്രത്യേകിച്ച് RCMൽ വന്നവർക്ക് അത് ഞാൻ എടുത്തു പറയാം. RCMന്റെ പ്രോഡക്റ്റ് എല്ലാം അങ്ങനെയുള്ളതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ നമുക്കൊരു സൂപ്പർ പ്രോഡക്റ്റ് ഉണ്ട്, PVMF. എന്ത് ഗുണ! നമ്മളിതിൽ എത്ര പേര് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ലീഡേഴ്സ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്, എനിക്കറിയാം. മീറ്റിങ്ങിന് പോകുമ്പം അവർ പറയാറുണ്ട്, രാവിലെ PVMF കഴിച്ചു, പിന്നെ പുറത്തുനിന്ന് ആഹാരം ഒന്നും കഴിച്ചില്ല, അവർക്ക് വിശപ്പില്ല. പലരും പറയാം അതിന് ടേസ്റ്റ് ഇല്ല എന്ന്. ആ രുചി നോക്കി പോകുന്നതാണ് നമ്മുടെ പരാജയം. നമ്മൾ എന്ന് രുചിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ തുടങ്ങി അന്ന് മുതൽ നമ്മൾ രോഗികളായി. പണ്ടുള്ളവർക്ക് ആ രുചി ഇല്ലായിരുന്നു. അന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പെണ്ണ് കാണാൻ ചെല്ലുമ്പോഴൊക്കെ അവര് നാട്ടിലുള്ള വിളകളാണ് പുഴുങ്ങി അവർ കാപ്പിയായിട്ട് കൊടുത്തിരുന്നത്. ചീനി പുഴുങ്ങി, ചേമ്പ് പുഴുങ്ങി. പക്ഷെ അവരൊക്കെ ഒന്നും വിറ്റ് തിന്നാതെ അധ്വാനിച്ച് ആത്മാർത്ഥമായിട്ട് ജീവിച്ചാണ് അവരുടെ മക്കളെയൊക്കെ വളർത്തിയത്. ഇന്ന് നമുക്ക് എത്ര ആയിരങ്ങൾ കിട്ടിയിട്ടും നമ്മുടെ കയ്യിൽ ഇരിക്കുന്നില്ല, തികയുന്നില്ല. നമ്മുടെ ആർഭാടമാണ് അതിന് കാരണം. അവിടെ നമ്മളൊന്ന് മാറി ചിന്തിച്ചാൽ മതി. തീർച്ചയായിട്ടും ആ PVMF എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു പാനീയമാണ്. നമുക്ക് രാവിലെ കഴിക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ്. അത് വണ്ണം കൂടുന്നു, പൊതുവെ സ്ത്രീകൾ അനുഭവിക്കുന്നതാണ്. അബ്ഡോമൻ ഭാഗത്ത് നല്ല കൊഴുപ്പ് കെട്ടിക്കിടന്നിട്ട് വണ്ണം, വെയിറ്റ് കൂടുന്നത്. ഇന്നലെ ഒരു 28 വയസ്സുള്ള ഒരു കുട്ടിക്കായിട്ട് പ്രോഡക്റ്റിന് ഒരു വ്യക്തി എന്നെ വിളിച്ചു. അവർക്ക് 102 കിലോ ആ കുട്ടിയുടെ വെയിറ്റ്. ഒരു പെൺകുട്ടിയാണെന്ന് ഓർക്കുക. കുറേ നാളുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുനടന്ന് മരുന്ന് കഴിച്ചിട്ടും അവർക്ക് അത് കുറയുന്നില്ല, വണ്ണം കുറയുന്നില്ല. ഇപ്പം ഈ അടുത്ത സമയത്ത് ഒരു 1.5 മാസം കൊണ്ട് അവർ ജ്യൂസ് കലക്കി കുടിക്കാൻ പോയി, അതിലും മാറിയില്ല. പക്ഷെ ഞാൻ ഇതിനകത്ത് പറഞ്ഞു, ആദ്യം വേണ്ടുന്ന ഇതാണ്, വെള്ളവും കുടിച്ച് രാവിലത്തെ വെയിൽ കൊള്ളുക, നമ്മുടെ കല്ലിലും മണ്ണിലും കൂടെ കുറെ നേരം നടക്കുക. അവളെ ബോഡിയെ ഒന്ന് കൺട്രോളിലാക്കി കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ പ്രോഡക്റ്റ് കൊടുത്തിട്ടും ഫലമുള്ളൂ. ഇത്രയും വണ്ണിച്ച് ചീർത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ PVMF കൊണ്ടു കൊടുത്തിട്ട് സ്റ്റെപ്പ് കയറാൻ പറഞ്ഞാൽ അവർ കയറത്തില്ല. പെട്ടെന്ന് ഇത്രയും നടക്കാൻ പറഞ്ഞാൽ അവർക്ക് നടക്കാൻ പറ്റത്തില്ല, അവർ ടയേർഡാവും. ഒരു നേരം വേവിക്കാത്ത ഭക്ഷണം കൊടുത്ത് ബോഡിയെ നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ബോഡി ആക്കി കൊണ്ടുവരിക. ഇറച്ചി എന്ന് പറഞ്ഞൊരു സാധനം, മീറ്റ് കുറെ 2-3 മാസത്തേക്ക് ആ കുട്ടിക്ക് കൊടുക്കത്തില്ല എന്ന് ഉറപ്പ് തരുന്നേ മാത്രം ഞാൻ പറയാമെന്ന് പറഞ്ഞു. അല്ലാതെ കൊടുത്താൽ നമ്മൾ നാറും, നമ്മുടെ പ്രോഡക്റ്റ് നാറും. തൽക്കാലത്തെ ഒരു ആശ്വാസമല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ മക്കളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുവോ? അതേപോലെയാണ് RCMനെ കുറിച്ച് ആരും കുറ്റം പറയാൻ ഞാൻ അവസരം കൊടുക്കത്തില്ല. അങ്ങനെ
ഞാൻ പറഞ്ഞു അത് ഇത്രയും കൺട്രോളിലാക്കി, വെള്ളവും നല്ലപോലെ കുടിച്ച്, ഒരു നേരം വേവിക്കാത്ത ഭക്ഷണവും കഴിച്ച്, ഉച്ചയ്ക്ക് ആഹാരം വളരെ കുറച്ച്. അവള് 108 കിലോയോ 112 കിലോയോ എങ്ങാണ്ടാ പറഞ്ഞു. 20 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം. ഞാൻ പറഞ്ഞു ഒരു 5-6 ലിറ്റർ വെള്ളമെങ്കിലും ആ കുട്ടിക്ക് കൊടുത്തിരിക്കണം. അതിലപ്പുറം കുടിക്കാൻ പറഞ്ഞ ആ കുട്ടി അങ്ങനെ കുടിക്കും. ഞാൻ പറഞ്ഞ് മിനിമം ഏറ്റവും കുറഞ്ഞാലും ഒരു 5 ലിറ്റർ വെള്ളമെങ്കിലും ആ കുട്ടിക്ക് കൊടുക്കുക. അത് ഒന്നിച്ച് നിങ്ങൾക്ക് ഇത്രയും പറ്റത്തില്ലെങ്കിൽ ആദ്യത്തെ ദിവസം ഒരു 3 ലിറ്റർ കൊടുക്കുക, 2 ദിവസം അങ്ങനെ പോയിട്ട് അതിന്റെ അടുത്ത ദിവസം 4 ലിറ്റർ ആക്കുക. അത് അളന്ന് വെച്ച് തന്നെ കൊടുക്കാൻ പറഞ്ഞു. കുറെ അവൾക്കൊരു ആശ്വാസം തോന്നും. ആ ബോഡിയുടെ ക്ഷീണവും ഇതും എല്ലാം മാറിയിട്ട് അവൾക്കൊരു ആശ്വാസം തോന്നും. അങ്ങനെ വരുമ്പം അവളുടെ വരുതിയിലായി. അവൾക്ക് ആ വിശപ്പിനെയൊക്കെ ഒന്ന് പിടിച്ചു നിർത്താം. നിങ്ങൾ വീട്ടുകാരും കൂടെ മീറ്റ് ഒന്നും വാങ്ങിക്കാതെ ഇരിക്കുവാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. അവര് തയ്യാറായിട്ട് വരാം എന്ന് പറഞ്ഞു. ഇതാണ് നമ്മള് ഒരു വ്യക്തിയെ കാണുമ്പോൾ ഈ വണ്ണം ഉണ്ട് എന്നാ എന്റെ എസ്ആറിന്റെ കൊടുക്കാം, എനിക്ക് ഇത്രയും PV കിട്ടും, ഇത്രയും പൈസ ചെയ്യരുത്. അതുകൊണ്ട് നമുക്ക് ദോഷമേ ഉണ്ടാവൂ. ആ ബിസിനസ്സിന് ഒരു ഡെവലപ്പും ഉണ്ടാവത്തില്ല. കാരണം 1 മാസമോ അല്ലെ 2 മാസമോ കഴിയുമ്പോൾ അവര് നമ്മളുടെ അടുത്ത് നെഗറ്റീവ് പറയുമ്പോൾ നമ്മൾ മൊത്തത്തിൽ നെഗറ്റീവ് ആവും. ഇതാണ് തൽക്കാല ആശ്വാസം എന്ന് പറയുന്നത്. അതുണ്ടാവരുത്. അതേപോലെ നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റിന് ഈ PVMF നമ്മൾ ഉൾപ്പെടെ ഈ ഇതിനകത്ത് RCM-നകത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവരും എടുക്കണമെന്നേ ഞാൻ പറയൂ. നമ്മുടെ ഒരു മനുഷ്യ ശരീരത്തിന് 70% പോഷകവും വേണം, 30% വ്യായാമവും വേണ്ടുന്നു. മനുഷ്യന് ആവശ്യമായ എല്ലാ ദിവസവും ബോഡിയെ ഈ രീതിയിലാണെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇന്ന് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഓടി നടന്ന് സാമ്പത്തികം ഉണ്ടാക്കും. സാമ്പത്തികം ഉണ്ടാക്കി ബാങ്കിൽ ഇടുകയോ അല്ലെങ്കിൽ കൈ സൂക്ഷിക്കുകയോ സ്വർണ്ണമായിട്ടോ വസ്തുവായിട്ടോ വാങ്ങിച്ചിടും. ഒരു 50 വയസ്സാകുമ്പോഴത്തേക്ക് BP, ഷുഗർ, കൊളസ്ട്രോൾ, മുട്ടിന് തേയ്മാനം, ക്യാൻസർ, തൈറോയിഡ്, ഹെർണിയ എന്ന് വേണ്ട ഇന്ന് ലോകത്ത് കേൾക്കാത്ത ഫാറ്റി ലിവർ, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ ലെവൽ, ഇതൊന്നും പണ്ടൊന്നും ഞാൻ കേട്ടിട്ട് കൂടിയില്ല. പണ്ടുള്ളവർക്ക് ഇതൊന്നും ഇല്ലായിരുന്നു. ഇന്നത്തെ ഫുഡ് നമ്മുടെ വായിക്ക് രുചിയുടെ ഭാഗമായിട്ടാണ്. ഇതുമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലും. ഡോക്ടർ ഓരോ ദിവസവും ഓരോ ചെക്കപ്പിലും ഡോക്ടർ കുറെ മരുന്ന് എഴുതും. 2 ആഴ്ചയോ 3 ആഴ്ചയോ കഴിഞ്ഞ് വീണ്ടും ചെക്കപ്പ് നമ്മൾ ചെല്ലാൻ പറയില്ലേ. 1 മാസം കഴിഞ്ഞാലും അന്ന് നമുക്ക് കുറവില്ല, വീണ്ടും നമ്മൾ കുറെ പുതിയ അസുഖം പറയും. അദ്ദേഹം വേറെ കുറെ മരുന്ന് കൊണ്ടെഴുതും. അവരെന്ത് ചെയ്യും? അവര് മരുന്ന് തന്നില്ലേ നമ്മൾ ഇങ്ങോട്ടിറങ്ങിയിട്ട് പറയും അങ്ങേര് കൊള്ളാത്ത ഡോക്ടറാ, അങ്ങേര് എനിക്ക് മരുന്ന് തന്നിട്ട് കുറവില്ലാന്ന്. നമ്മുടെ കയ്യിലിരിപ്പാന്ന് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചിന്തിക്കുവോ? ഇല്ലേ, ചിന്തിക്കത്തില്ല. നമ്മുടെ കുഴപ്പ. ഇത് ഓരോന്നും ചെയ്തു കൂട്ടുന്നത് നമ്മളാണ്. നമ്മൾ എപ്പോഴും മറ്റൊരാളെ കുറ്റം പറയാനാണ് ഇഷ്ടപ്പെടുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നാവിന്റെ രുചി ഒന്ന് മാറ്റി വെച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ശരീരസുഖത്തോടുകൂടി ജീവിക്കാൻ പറ്റും. എന്ന് വെച്ച് കയ്പുള്ളത് മാത്രം കഴിക്കണമെന്നല്ല, പുറത്തുനിന്നുള്ള രുചി തേടി ഇന്നത്തെ ഫാസ്റ്റ് ഫുഡിനെ തേടി പോകാതെ ചിക്കൻ പോലുള്ള, നിങ്ങൾക്കറിയാം കോഴിക്കടകളിൽ ഒരു കോഴി എണീറ്റ് നിന്ന് ചതയോ പറക്കുകയോ ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതൊരു വലിയ തലയോട്ടി എടുത്തു വെച്ചതുപോലെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. കണ്ണ് മാത്രം അടയ്ക്കും. നമ്മൾ ചെല്ലുമ്പം അതിനെ നോക്കിയിട്ട് പറയാ വലിയ കോഴി എടുക്കാൻ പറയും. അത് കൊണ്ടുവന്ന് പീസാക്കി നമ്മൾ വേവിച്ച് നമ്മുടെ മക്കൾക്കും കൊടുക്കും, നമ്മളും കഴിക്കും. എന്ത് ടേസ്റ്റാ! സത്യത്തിൽ നമ്മൾ ആ പൈസ കൊടുത്ത് വാങ്ങിച്ചകത്തോട്ട് ഇടുന്നത് ഒരു ബോംബല്ലേ. നമ്മൾ വായിക്ക് രുചിയാണ് നമ്മുടെ മെയിൻ പ്രധാന കാരണം. അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്. ഇത് നമ്മൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ RCM-ൽ വന്നവരെങ്കിലും ആരോഗ്യത്തോടുകൂടി എല്ലാവരും കണ്ടാൽ കൊതിക്കണം. കാരണം ശാരീരികമായിട്ടുള്ള ആരോഗ്യം ഒന്ന്, പുറമേ കണ്ടാലും അത് നമ്മുടെ കീസോളിന്റെ ഉൽപ്പന്നങ്ങൾ തന്നെ ധാരാളം. നമ്മൾ പറയാം ആന്റി ഏജിങ് എല്ലാ പേരിലും ഉണ്ട്. അത് പോഷകങ്ങളുടെ ദൗർലഭ്യം കാരണം ഉണ്ടാവുന്നത്. അത് കറക്റ്റിന് കഴിക്കുമ്പോൾ തന്നെ ആ മുഖത്തുണ്ടാവുന്ന കരിവാളിപ്പും ആ തൊലിയുടെ ലാഗിങ്ങും അതുപോലെ തന്നെ ഒരു 60 വയസ്സ് കഴിയുമ്പോൾ മുഖത്തിന്റെ തൊലിയൊക്കെ ചുളുങ്ങി നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കിടക്കുന്നേ. നമ്മുടെ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകിയിട്ട് നമ്മുടെ ഗ്ലോ അപ്പ് 2-3 വട്ടം, ഒരു ദിവസം 2-3 വട്ടം തുടക്കത്തിൽ നിന്ന് സ്പ്രേ ചെയ്യുവാണെങ്കിൽ, എന്നിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്താൽ സ്കിന്ന് നല്ല കട്ടിയായി നല്ല ടൈറ്റനാവും. ആ തൂങ്ങിയിരിക്കുന്നതായിട്ട് തോന്നത്തില്ല. കാരണം വണ്ണം ഉള്ളവർ വണ്ണം കുറയുമ്പോൾ ആ ലാഗിങ് ഉണ്ടാവും. അത് നമ്മുടെ കയ്യിലായിക്കോട്ടെ പുറത്ത് കാണുന്നെടുത്താ ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. മുമ്പേ നമുക്കൊരു കോൺഫിഡൻസ് സ്വയം വന്നു കഴിയുമ്പോൾ നമ്മുടെ പ്രായമൊക്കെ അവിടെ കുറയുമെന്നേ.
നമുക്കൊരു വയ്യായിക വരുമ്പോഴാണ് നമ്മളെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളത്തില്ല, എനിക്ക് വയ്യായേ, എനിക്ക് വയ്യായേ, എനിക്ക് വയ്യായേ എന്നും നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് വയ്യ, ശരീരം അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഓർക്കത്തില്ല, മറ്റുള്ളവരായിരിക്കും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, അയ്യോ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ എന്ന്. നമുക്ക് ശരീരത്തിന് രാവുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ സ്പീഡിന് കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കും. മറ്റുള്ളവരോട് സന്തോഷത്തെ ചിരിച്ചുകൊണ്ട് കാര്യം പറയാൻ പറ്റും. നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞേക്കുന്ന രീതിയിൽ നമ്മുടെ ബോഡിക്ക് ഒരു 7 പോഷകങ്ങൾ നമുക്ക് അത്യാവശ്യം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. വാട്ടർ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വിറ്റാമിൻ, ഫൈബർ, ഒമേഗ. ഈ ഒമേഗ 3 എല്ലാവർക്കും എടുക്കാവുന്നതാണ്. ഉപേക്ഷിക്കേണ്ടുന്ന ഒരൊറ്റ വ്യക്തിയും ഇല്ല. ഒരു 12 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് പോലും കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഒമേഗ. കാരണം വെളിയിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നൊന്നും കിട്ടാത്തൊരു സാധനം. 6 9 ഒക്കെ നമ്മൾ കഴിക്കുന്നതിൽ നിന്നൊക്കെ കിട്ടിക്കോളും. ഒമേഗ 3 സപ്ലിമെന്റ് ആയിട്ട് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. അത് ഡോക്ടർമാർ പോലും അതുകൊണ്ടാണ് ഇന്ന് അത് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന കാരണം അതാണ്. നമ്മളുടെ അതിനൊരു പ്രത്യേകതയുണ്ട്, വെജ് ഒമേഗയും കൂടാണ്. അപ്പോൾ അതുകൊണ്ട് മീനിന്റെ ആണ്, ഇരുന്ന് പഴകിയതാണ്, അതിന് പ്രോബ്ലം ഉണ്ട്, ഗ്യാസ് ഉണ്ടാവും, ഇതൊന്നും വേണ്ട. പിന്നെ നമ്മൾ ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയാം, നമ്മൾ ആർക്ക് ഹെൽത്ത് പ്രോഡക്റ്റ് കൊടുത്താലും വെള്ളം കുടിക്കുന്ന കാര്യമായിരിക്കണം നിങ്ങൾ മുൻതൂക്കം ഫസ്റ്റ് പറയണ്ടേ. നമ്മുടെ ന്യൂട്രി ചാർജ് വുമൺ കഴിച്ചിട്ട് നമ്മുടെ അസോസിയേറ്റ് ബയേഴ്സ് തന്നെ പലരും പറഞ്ഞു, അവർ കൊടുത്തവരൊക്കെ വിളിച്ചിട്ട് അവരെ വയറ് എരിയുന്നോണം തോന്നുന്നു, ഗ്യാസ് കയറി, പിന്നെ സ്കൂളിൽ പോയില്ല, മോള് സ്കൂളിൽ പോയില്ല. ഞാൻ കേട്ട ഉടനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ വെള്ളം എത്ര ഗ്ലാസ് കുടിച്ചാ? വെള്ളം കുറവാ കുടിക്കാൻ പറഞ്ഞു. പിന്നെന്നാ അത് തൊടണ്ട, മുമ്പേ വെള്ളം കുടിക്കുക. സ്കൂളിൽ പോകുന്നെങ്കിൽ അതിന് മുമ്പ് 2-3 ഗ്ലാസ് 4 ഗ്ലാസ് എങ്കിലും വെള്ളം കുട്ടിയോട് കുടിക്കാൻ പറയുക. 8 മണിക്ക് പോയാലും ആ കുട്ടിയെ 8 മണിക്ക് പോകണമെന്നൊരു കുട്ടി ഒരു 6 മണിക്ക് എണീക്കുവാണെങ്കിൽ അരമണിക്കൂർ ഇടവിട്ട് വെള്ളം കുടിക്കാം. ഇന്നിപ്പോ സ്കൂളുകളിലും ടോയ്ലറ്റുകളുണ്ട്, പോകുന്നതിന് വിഷമമില്ല. നമ്മുടെ ശരീരം നമ്മൾ മാത്രമേ നോക്കൂ, അയലത്തുകാരും വന്ന് നോക്കത്തില്ല. അത് ചെയ്യാൻ പറയും ഞാൻ. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പം അതിലൊരു വ്യക്തി എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, പ്രശ്നമില്ല. 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ വിളിച്ചു, വെള്ളം കുടിക്കുന്നോന്ന് പിറ്റേന്ന് വിളിച്ചു ചോദിച്ചു, കുടിക്കുന്നു പറഞ്ഞ് അളന്ന് വെച്ച് തന്നെ കൊടുക്കുന്ന അമ്മ. പിറ്റേന്ന് ഞാൻ വിളിച്ചവൻ പറഞ്ഞു, ഇപ്പൊ പ്രോബ്ലം ഇല്ല, അവള് പോന്നു. ഞാൻ പറഞ്ഞു, ഇതേ ഉള്ളു പ്രശ്നം, നിങ്ങൾ വെള്ളം കുടിക്കുക. അപ്പൊ അവളല്ല, അമ്മയും കുടിക്കാം, ഒന്നും കഴിക്കാത്ത അമ്മയ്ക്കും കുടിക്കാം വെള്ളം. വെള്ളം ബോഡിയിൽ വേണ്ടുന്ന ഒരു ഐറ്റമാണ്, പക്ഷെ എല്ലാവരും മടിക്കുന്ന വെള്ളം കുടിക്കാനാ. ആഹാരം എത്ര കിട്ടിയാലും മാറി മാറി ടേസ്റ്റുള്ള ഫുഡ് ഇപ്പൊ കഴിച്ചു വയറ് നിറഞ്ഞിരുന്നാലും പുതിയതൊരെണ്ണം കണ്ടാൽ കൊതി തോന്നും അത് കഴിക്കാൻ. വെള്ളം എത്ര കിട്ടിയാലും താല്പര്യമില്ല. വേണമെങ്കിൽ മധുരം ഇട്ട തണുപ്പിച്ച പാനീയങ്ങൾ വല്ലതാണോ നോക്കുന്ന ഉടനെ. നമ്മുടെ കുഴപ്പമാണ് അതാണ്. അതുകൊണ്ട് നമ്മൾ RCMൽ വന്നവരെങ്കിലും എല്ലാ പേരും നമ്മുടെ RCMന്റെ പ്രോഡക്റ്റുകളെ കുറിച്ച് അടുത്തറിയുക, അതിനെ മനസ്സിലാക്കുക, നല്ല രീതിയിൽ. അതിന് ആരും എന്ന് കേട്ടാലും RCM എന്ന ഒരു പേര് ഉച്ചരിക്കുന്നത് ഒരു ബഹുമാനത്തോടെ ആയിരിക്കണം. അതിന് നമ്മൾ വർക്ക് ചെയ്യുന്നവർ തന്നെ ഒരു നിമിത്തമാവുക. കാരണം ഒറ്റ പ്രോഡക്റ്റിന് എവിടെ ആരും ഒരു കുറ്റം പറയത്തക്കോണം അല്ല നമ്മുടെ കമ്പനി നമ്മളിലേക്ക് അത് എത്തിച്ചിരിക്കുന്നത്. നമ്മുടെ ലീഡേഴ്സ് ആരും അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒന്നും നമുക്കില്ല. അവരൊക്കെ ഇന്നെത്തിയ പിൻലെവലുകൾ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചും ബുദ്ധിമുട്ടിയിട്ടാണ് അവരെല്ലാം എത്തിയത്. ആ കഷ്ടപ്പാടിലൂടെ കൊണ്ടുവന്ന് നമ്മുടെ കൈകളിൽ നമ്മുടെ മുറ്റത്തെത്തിച്ചിരിക്കുകയാണ്. അതിനെ നമ്മൾ ഹൃദയത്തിൽ ചേർത്ത് വെക്കുക. എല്ലാവരും ആരോഗ്യവും മനസ്സമാധാനവും സന്തോഷവും കൈമുതലായി സ്വീകരിച്ച് RCM എന്നൊരു പ്രസ്ഥാനത്തെ എത്രയും നെഞ്ചോട് ചേർത്ത് കൂട്ടിപ്പിടിക്കുന്നോ അത് നമ്മളെ കൈവിടത്തില്ല, 100% ഉറപ്പാണ്. ആരോഗ്യത്തിന്റെ കാര്യത്തിലായാലും വരുമാനത്തിന്റെ കാര്യത്തിലായാലും ഇത് രണ്ടും വരുമ്പോൾ തന്നെ സന്തോഷം വരും. പണ്ട് മക്കള് എന്നെ വിളിച്ചിട്ട്, അമ്മേ കുഴപ്പമൊന്നുമില്ലല്ലേ, സുഖമാണല്ലോ, എങ്ങും പിന്നെ തട്ടലോ മുട്ടലോ വീഴ്ചയോ ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നവര് ഇന്ന് RCMനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. രോഗത്തെക്കുറിച്ച് അവർ ഓർക്കാറില്ല. നമ്മൾ അങ്ങനെ കൊണ്ടുവരണം, അത് നമ്മളെ കയ്യിലിരിക്കുകയാണ്. RCMന്റെ മഹത്വം നിലവിൽ കൊണ്ടുവരേണ്ടത് നമ്മളാണ്. ഓക്കെ, ഇനി 6:53 ഞാൻ ഇനി ആരുടെയും സമയം അധികമായിട്ട് എടുക്കുന്നില്ല. എല്ലാവരും നമ്മുടെ RCM എന്നൊരു പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് അതിന്റെ വൻ വിജയത്തിലേക്ക് അവനവന്റെ ജീവിതം എത്തിക്കാൻ ഞാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു. അങ്ങനെ ആയിരിക്കണം, നമ്മുടെ മക്കളെ പോലെ ആയിരിക്കണം RCM. നെഞ്ചോട് ചേർത്ത് കൂട്ടിപ്പിടിക്കുക. ഓക്കെ, ഗുഡ് RCM. ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർവ്വമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു.